അതിങ്ങോട്ട് വെക്ക്. ഈ കാറിൽ എന്താ വില ഡാഡി? ഈസ് ഇറ്റ് ചോക്ലേറ്റ്? ചോക്ലേറ്റ്സ് ഒക്കെ വെല്ലു ഡാഡി പിന്നെ വാങ്ങിച്ചുതരാം. ഇതേ പൊന്നു ആന്റിക്ക് കല്യാണത്തിന് കൊടുക്കാനുള്ള സാരി സെലക്ട് ചെയ്യാനാ. മക്കള് പോയിട്ട് പൊന്നു ആന്റി വിളിച്ചോണ്ട് വാ. പൊന്നു ഇതുവരെ എത്തിയിട്ടില്ല. എത്തിയില്ലേ? ഇത്രയും നേരമായിട്ടോ? ഞാൻ വിളിച്ചു നോക്കി, ഔട്ട് ഓഫ് റേഞ്ച്. ആ ഡെയ്സിയുടെ വീട്ടിലൊന്ന് വിളിച്ചു നോക്കായിരുന്നില്ല? ഞാൻ വിളിച്ചു, അവൾ അപ്പോഴേ പുറപ്പെട്ടു. എങ്കിൽ അവൾ ഇവിടെ എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. ട്രാവൽ ചെയ്യായിരിക്കും, ഔട്ട് ഓഫ് റേഞ്ച് ആയിട്ട് വിളിക്കാൻ പറ്റാതാവും. യാത്ര ചെയ്യുന്ന സ്ഥലം മുഴുവൻ ഔട്ട് ഓഫ് റേഞ്ച് ആയിരിക്കുമോ? ആ പ്രകാശിന്റെ കൂടെ പറഞ്ഞു വിടണ്ടായിരുന്നു. നിശ്ചയത്തിന് എന്നെ ശകുനം മുടക്കിയവൻ അവൻ. വലിയേട്ടൻ വിചാരിക്കുന്ന പോലെ അവൻ ആളത്ര ശരിയൊന്നുമല്ല. നീ ചുമ്മാ മിണ്ടായിരിക്കെ. കാര്യം അറിയാതെ അവനെ കുറിച്ചൊന്നും പറയണ്ട. ഇന്ന് തന്നെ പോണെന്ന് അവക്ക് എന്തായിരുന്നു ഇത്ര വാശി? എല്ലാരും കൂടെ ലാളിച്ച് തലയെ കയറ്റി വെച്ചിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ആരും വെപ്രാളപ്പെടേണ്ട കാര്യമില്ല. കുന്നും മലയൊക്കെ കേറി ഇറങ്ങി വരണ്ടേ, അവൾ ഇപ്പൊ വരും. എന്താ പറ്റൂ? നേരെ ഒരുപാടായി, ഇപ്പോഴെങ്ങനെ ശരിയാവോ? എന്താ പ്രശ്നം മനസ്സിലാവണില്ല. അയ്യോ, വീട്ടിലേക്ക് വിളിച്ചു പറയാൻ റേഞ്ചും ഇല്ലല്ലോ. ഡാഡി ആകെ ടെൻഷൻ ആവുന്നുണ്ട്. പേടിക്കണ്ട, വണ്ടി കയറുന്നു, മഴവെള്ളണ്ട. ഞാൻ നോക്കട്ടെ. ഇവിടെ എവിടെയെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടോ? വർക്ക്ഷോപ്പ് അടിവാരത്തേ ഉള്ളൂ. അവിടുന്ന് വല്ല മെക്കാനിക്കിനെ കിട്ടാൻ വഴിയുണ്ടോ? അതിന് അടിവാരം വരെ ചെല്ലണ്ടേ? ഒരു കാര്യം ചെയ്യും, ഈ വളവ് തിരിഞ്ഞ് ഇട റോഡിൽ കൂടി മുകളിലോട്ട് പോയാൽ ഒരു ഹോട്ടൽ കാണാം. അവരോട് പറഞ്ഞ മെക്കാനിക്കിനെ വിളിച്ചു തരും. എന്താ? ഞങ്ങളുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. എനിക്ക് വണ്ടിയുടെ പണിയൊന്നും അറിയില്ല. അതല്ല, അടിവാരത്തെ വർക്ക്ഷോപ്പിൽ നിന്ന് ആരെങ്കിലും മെക്കാനിക്കന്മാരെ. വണ്ടി എവിടെ കിടക്കണേ? താഴെ വളവിൽ തന്നെ. തല തുടച്ചോളൂ. ഇത് വർക്ക്ഷോപ്പല്ലേ? ഇത് ഹിൽവേ പാലസിൽ നിന്ന് കുട്ടിച്ചനാണേ. നമ്മുടെ തങ്കച്ചനാ ചോറിന്റെ ആരെങ്കിലും ഉണ്ടോ അവിടെ? ആ തങ്കച്ച, ഇവിടെ നമ്മുടെ വളവിലൊരു കാറ് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടേ. എന്ത് വണ്ടിയാ? ടവേറ. എന്ത് കസേര? അല്ല, ടവേറ. ടവേര എന്നാ പറയണേ? ശരി ശരി, ഓക്കെ. മഴയൊന്നും ഒതുങ്ങട്ടെ എന്നാ പറയണേ? ഞാനൊരു ഫോൺ ചെയ്തോട്ടെ. ഓ, ഇതിന് കാശുണ്ട് ട്ടാ. ഹലോ ഡാഡി, പൊന്നുവാ. മോളെ, നീ ഇത് എവിടെയാ? എവിടുന്നാ വിളിക്കുന്നേ? ഒരു ഹോട്ടലിൽ നിന്നാ. കാറ് ബ്രേക്ക് ഡൗൺ ആയി. ഇവിടെ ഭയങ്കര മഴയാ. ഒരു മെക്കാനിക്കിനെ വിളിക്കാൻ വേണ്ടി കേറിയതാ. വേറെ വണ്ടി അയക്കാം. വേണ്ട, മെക്കാനിക് ഇപ്പൊ എത്തും. വിമല വിമല കൂടെ ഉണ്ട്. പ്രകാശിന് കൊടുത്തേ. ഇപ്പൊ കൊടുക്കാം. ഹലോ അങ്കിളെ. പ്രശ്നമൊന്നുമില്ലല്ലോ? പ്രശ്നമൊന്നുമില്ല. മഴ മാറി ഞങ്ങൾ ഉടനെ പുറപ്പെടും. സൂക്ഷിച്ചു പോരണേ. ഓക്കെ, ബൈ. എന്താ മോനെ? ഒന്നുമില്ലമ്മേ, കാർ ഒന്ന് ബ്രേക്ക് ഡൗൺ ആയതാ. ഞാൻ പറഞ്ഞില്ലേ മോനെ, പേടിക്കാൻ ഒന്നും ഉണ്ടാവില്ലെന്ന്. അവള് വരും. ഇതില് വാള് വെച്ചോ? വാള് വെക്കാനല്ലെന്ന്, ഞാൻ ഹരിമുരളീരത്തിന്റെ ഹമ്മിങ്. എടാ, ഈ ഹമ്മിങ് ഉണ്ടല്ലോ ഹരിമുരളീരത്തിന്റെ, എന്റെ ഇളയച്ച ഒറ്റ ശ്വാസത്തിലാ പാടി തീർത്തത്. പിറ്റേ ഞായറാഴ്ച സഞ്ജയനും നടത്തി. പിന്നെ 16ആയി. നിന്റെ ഫോണിലാ പാട്ട് പാടുന്നു. എടുത്തിട്ട് പരിധിക്ക് പുറത്താന്ന് പറ. ഹലോ, ആരാ? എടാ, എടുത്തിട്ട് ആരാന്ന് ചോദിക്കാം. എടാ ഷാജി, പ്രകാശനാടാ, പ്രകാശൻ. പ്രകാശനാണോ? ഷാജിയല്ലടാ, സരസപ്പന. നീ ഷാജിക്കൊന്ന് കൊടുത്തേ. പ്രകാശനാണോ നിന്നെ വിളിക്കണത്? നീ എന്താ ഇങ്ങനെ നടക്കണത്? ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് പ്രകാശ് അറിയണ്ട. നെഞ്ചിലെ നൊമ്പരവും കടിച്ചു പിടിച്ച് അവളുടെ കൂടെ കൂട്ടുകാരത്തിയുടെ കല്യാണം വിളിക്കാൻ വേണ്ടി പോയതാ. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ല. നീ തന്നെ. ഹലോ, ഞാനാ ഷാജി. എടാ, നിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞൂടാത്തവളുടെ കൂടെ നീ എന്തിനാടാ പോയത്? ഞാൻ പൊന്നുവിന്റെ കൂടെ അവളുടെ കൂട്ടുകാരത്തിന്റെ വീട്ടിൽ വന്നതാ കല്യാണം ക്ഷണിക്കാൻ. നീ ഇപ്പൊ എവിടുന്ന വിളിക്കുന്നേ? ഞാൻ മലയാറ്റൂരിനടുത്തുള്ള ഒരു ഹോട്ടലിലാ. മലയാറ്റൂർ ഹോട്ടലിൽ ഹിൽ പാലസാ? എടാ, വണ്ടി സ്റ്റാർട്ട് ആവാത്തത് പലതും കൊണ്ടും ആവാം. അത് ചെക്ക് ചെയ്തിട്ടേ പറയാൻ പറ്റൂ. എന്നിട്ട് അവളവിടെ ഉണ്ടാ? ശരി, നന്നാക്കിയിട്ട് വേഗം വാ. നാളെ കാണാം. ഗുഡ് നൈറ്റ്.
നീ എന്തിനാടാ കിടന്ന് കരയുന്നേ? അവൻ നമുക്ക് വേണ്ടി എന്തെല്ലാം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് നമുക്ക് തിരിച്ചു ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നമ്മളെ കൂട്ടുകാരാണെന്ന് പറഞ്ഞ് നടക്കണത്? നീ ഇങ്ങനെ കിടന്ന് കരയല്ലേ? ആണുങ്ങളായ കൺട്രോൾ വേണം. നീ ധൈര്യമായിട്ടിരിക്കും. ഈ പാതാള ഷാജി അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. നീ പോയി 2 എണ്ണം കൂടെ അടിച്ചു ഉറങ്ങല്ലേ? പോക്കോ. ഞാൻ 1.5 അടിക്കുള്ളൂ. ഹലോ, സത്യപാലൻ സാർ എന്നെ എന്നോടൊന്ന് പറയണം. ഓക്കെ, ഞാൻ പറഞ്ഞോളാം. അങ്ങോട്ട് എന്തായി സത്യപാല, കേട്ടത് ശരിയാണോ? മഹാദേവൻ ടെൻഷൻ ആവരുത്. അവിടുത്തെ സ്റ്റേഷനിൽ വിളിച്ച് സിയോട് ഞാൻ അന്വേഷിച്ചു. കേട്ടത് സത്യം. എന്റെ ഈശ്വരന്മാരെ, എന്റെ മോള്. ആരാടാത്? ചെല്ലപ്പനാ, തുറക്ക്. അതിരാവിലെ നേരം വെളുത്ത ദേ വരണേ. നീ എന്താ വെളുപ്പാങ്കാലത്ത്? എടാ, പ്രകാശനെയും പൊന്നൂനെയും ഏതാ ഹോട്ടലിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തെന്ന്. അറസ്റ്റ് ചെയ്താ? എന്തിന്? എന്തിനാ യാതിനൊന്നും അറിഞ്ഞൂടാ. വലിയ മുതലാളിയും കൊച്ചു മുതലാളിയും ആരും കൂടെ അങ്ങോട്ട് പോയിരിക്കുവാ. ഞാൻ ഇന്നലെ ഊട്ടിയിൽ നിന്ന് വന്ന ക്ഷീണത്തിന് നേരത്തെ വീട്ടിൽ പോയി. എഴുന്നേറ്റപ്പം വൈകി. പൊന്നു വീട്ടിൽ ചെന്നപ്പോഴാ വിവരം അറിഞ്ഞത്. നിന്നോട് ആരാ പറഞ്ഞത്? പ്രസന്ന കൊച്ചമ്മ. ഇന്നലെ രാത്രിയിലാ സംഭവം. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. അവര് തിരിച്ചു വരുമ്പോ അവിടെ കണ്ടില്ലെങ്കിൽ ചിലപ്പോ പണി പോവും. ഇന്നലെ രാത്രി എന്ന് പറയുമ്പോ